നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. IPLൻ്റെ ക്വാളിഫയർ 1 എന്തൊരടിയാണ് ഇന്നലെ പട്ടിതാറടിച്ചത്. അതുപോലെ സായ് സുദർശൻ്റെ ഔട്ട് ദൗർഭാഗ്യത്തിൻ്റെ അങ്ങേയറ്റം. അപ്പോൾ നമ്മൾ ഈ മത്സരത്തിൻ്റെ ഒരു റിവ്യൂവിലേക്ക് കിടക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ റിവ്യൂകൾ എന്ന് പറഞ്ഞാൽ പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകളുടെ വിശകലനങ്ങളും ക്രിക്കറ്റ് എക്സ്പേർട്ടുകളുടെ നിരീക്ഷണങ്ങളും ഒക്കെ വിശകലനം ചെയ്ത് നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കൂടി ചേർത്ത് അവതരിപ്പിക്കുന്നതാണ് റാഫ് ടോക്സിൻ്റെ റിവ്യൂകൾ. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും, അത് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താം. ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഈ കളിയിലേക്ക് വരുമ്പോൾ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു നിശ്ചിത 20 ഓവറുകളിൽ 5 വിക്കറ്റിന് 254 റൺസാണ് അടിച്ചത്. അതിൽ സ്റ്റാർ പട്ടിദാർ തന്നെയാണ്. ബാക്കി ബാറ്റർമാരും അവരുടേതായിട്ടുള്ള സംഭാവന കൊടുത്തിട്ടുണ്ട്. ഗുജറാത്ത് ടൈറ്റൻസിന് തുടക്കത്തിലെ പാളിപ്പോയി. അങ്ങനെ അവർ 162 റൺസിന് അവസാനിച്ചു. അങ്ങനെ 92 റൺസിൻ്റെ വിജയം. ഈ മാർജിൻ ഇതിനേക്കാൾ വലുത് ആകുമായിരുന്നേനെ. പക്ഷേ രാഹുൽ തെവാറ്റിയയുടെ ഒരു ചെറുത്തുനിൽപ്പാണ് ഇത് ഇത്രയെങ്കിലും കുറച്ച് കൊണ്ടുവന്നത് എന്ന് പറയാം. കാര്യങ്ങളിലേക്ക് വന്നാൽ രജത് പട്ടിദാറിൻ്റെ ഇന്നിങ്സ് IPLൽ ഈ 90 അതിനു മുകളിലോ റൺ അടിച്ചിട്ടുള്ളതിൽ ഏറ്റവും വേഗത്തിൽ വന്നിട്ടുള്ള ഒരു ഇന്നിങ്സാണ്. 254-5 എന്ന് പറയുമ്പോൾ IPLൻ്റെ പ്ലേ ഓഫിലെ ഏറ്റവും ഉയർന്ന സ്കോർ കൂടിയാണ് പിറന്നിരിക്കുന്നത്. അതോ GT പോലെ ഈ ടൂർണമെൻറ്റിൽ മോശമല്ലാത്ത രൂപത്തിൽ ബൗളിംഗ് നടത്തി, അല്ലെങ്കിൽ ബെസ്റ്റ് അറ്റാക്ക് ഓഫ് ദി ടൂർണമെൻറ്റ് എന്ന് പറയാവുന്ന ഒരു ബൗളിംഗ് യൂണിറ്റിനെതിരെയാണ് ഇത് കളിച്ചിരിക്കുന്നത്. പിന്നെ എല്ലാവരും പറയും GT അവരുടെ മൈതാനത്താണ് അത്ര മികവ് കാണിക്കാറുള്ളൂ, പുറത്ത് അത്ര കാണിക്കാറില്ല എന്നുള്ളത്. അതൊന്നുകൂടി തെളിയുന്ന രൂപത്തിലുള്ള സംഭവ വികാസങ്ങളാണ് ഇന്നലെ ധരംശാലയിൽ ഉണ്ടായത്. ഇതിൽ രണ്ട് ടീമും ടോപ്പ് 2 ഫിനിഷ് ചെയ്ത ടീമുകളായതുകൊണ്ട് ഈ കളി തോറ്റത് കൊണ്ട് GT പുറത്താവുന്നില്ല. അവർ ഇനി ക്വാളിഫയർ 2 കളിക്കും. എലിമിനേറ്റർ ഇന്ന് നടക്കുന്നുണ്ടല്ല, അതിൽ ജയിക്കുന്ന ടീമിനെതിരെ അവർ ക്വാളിഫയർ 2 കളിക്കും. ജയിക്കുകയാണെങ്കിൽ അവർക്ക് ഫൈനലിലേക്ക് എത്താം. ഫൈനലിൽ അവർക്ക് ഒരിക്കൽ കൂടി RCBയുമായിട്ട് മുട്ടാം. അപ്പോൾ അവർക്കൊരു സാധ്യത അവിടെ ബാക്കിയുണ്ടെന്ന് പറഞ്ഞത് മാത്രം. ഏതായാലും ചേസ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പിച്ചാണ് ധരംശാലയിലേത്. അതുകൊണ്ടാണ് ടോസ് കിട്ടിയിട്ടും ശുഭൻ ഗില്ല് RCBയെ ബാറ്റ് ചെയ്യാൻ വേണ്ടി വിട്ടത്. അപ്പോൾ അങ്ങനെ ബാറ്റ് ചെയ്യാൻ വേണ്ടി വിട്ടപ്പോൾ RCB കൃത്യമായ ഒരു ഇൻറ്റൻഷനോട് കൂടിയാണ് വന്നത്. കാരണം ചേസ് ഫ്രണ്ട്ലി ആണ്, അതുകൊണ്ട് ബിഗ് സ്കോർ എടുത്താൽ എതിരാളികളെ സമ്മർദ്ദത്തിലാക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അവർ നടത്തിയത്. നോക്കാം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഫിൽ സാൾട്ടിൻ്റെ പരിക്ക് ഭേദമായി വരുന്നേ ഉള്ളൂ. ഇനി ഫൈനലിൽ അദ്ദേഹം ഉണ്ടാവുമോ എന്നുള്ളത് കണ്ടറിയണം. ഫിൽ സാൾട്ട് ഇല്ലാത്തത് കൊണ്ട് പിന്നെ ടീമിൽ വെങ്കിടേഷ് അയ്യരെ തന്നെ ഓപ്പണറാക്കി ഇറക്കുന്നു. ഒരു ഘട്ടത്തിൽ ജെയ്സൺ ഹോൾഡറുടെ ഒരു ഓവറിൽ വിരാട് കോഹ്ലിയെയും ദേവദത്ത് പടിക്കലിനെയും പറഞ്ഞു വിട്ട് 22 പന്തുകളിൽ 18 റൺസ് എന്ന രൂപത്തിൽ പമ്മി നിന്നൊരു RCB ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് പട്ടിദാറിൻ്റെ വെടിക്കെട്ടിന് തുടക്കമാവുന്നത്. 33 പന്തുകളിൽ നിന്ന് അദ്ദേഹം 93 റൺസ് അടിച്ച്. അതേ ഘട്ടത്തിൽ മറുഭാഗത്തുള്ള ബാറ്റർമാർ 37 ലീഗൽ ഡെലിവറീസിൽ നിന്ന് 68 റൺസും അടിച്ചിട്ടുണ്ട്. അപ്പോൾ മറുഭാഗത്തും നല്ല സപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത. GTയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കൽ പോലും അവർ 233 റൺസിന് മുകളിലേക്ക് അടിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ടൊരു സ്പെഷ്യൽ ഇന്നിങ്സ് വന്നെങ്കിൽ മാത്രമേ ഈ കളി ജയിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. അത്തരത്തിലുള്ളൊരു മികവ് ആരെങ്കിലും കാണിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. ആ ഒരു സ്പെഷ്യൽ ഇൻറ്റൻഷൻ കാണിച്ചത് ജോസ് ബട്ട്ലർ മാത്രമാണ്. പക്ഷേ അദ്ദേഹം 11 ബോളിൽ 29 റൺസ് എന്ന രൂപത്തിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തെ മികച്ച ഒരു പന്തിലൂടെ ജോഷ് ഹേസൽവുഡ് പറഞ്ഞു വിട്ടു. അതോടുകൂടി കഴിഞ്ഞു. പിന്നെ ഫോർമാലിറ്റീസാണ്. തെവാട്ടിയ ഒന്ന് വൈകിപ്പിച്ചു വിജയം, RCBയുടെ വിജയം, അല്ലെങ്കിൽ വിന്നിംഗ് മാർജിൻ ഒന്ന് കുറച്ചു GTക്ക് വേണ്ടി എന്ന് പറയാമെന്നല്ലാതെ ഒരിക്കലും വിജയത്തിലേക്ക് പോകുമെന്നൊരു തോന്നലുണ്ടാക്കാൻ അദ്ദേഹത്തിന് ആ സമയത്ത് കഴിയുമായിരുന്നില്ല. RCBയുടെ കാര്യത്തിലേക്ക് തന്നെ വന്നാൽ, അവരുടെ ബാറ്റിംഗ് മുതൽ തന്നെ വന്നാൽ, സാൾട്ടില്ലാത്തത് കൊണ്ട് RCBക്ക് ഗുണമാണോ എന്ന് ചോദിച്ചാൽ, ബൗളിങ്ങിൽ ഡെഫിയെ കളിപ്പിക്കാൻ പറ്റുന്നുണ്ട്. 4 ഓവർസീസ് പ്ലേയേഴ്സിനെ കളിപ്പിക്കുന്നത്, സാൾട്ടിനെ മാറ്റിയാൽ പിന്നെ ഒരു വിദേശ പേസറെ കളിപ്പിക്കാൻ പറ്റുന്നു. അത് നല്ല രൂപത്തിൽ ജേക്കബ് ഡെഫി ഉപയോഗിച്ചിട്ടുണ്ട്. ആ അർത്ഥത്തിൽ അത് ഗുണകരമായി മാറിയിട്ടുണ്ട്. അതേസമയം ഓപ്പണിങ്ങിൽ സാൾട്ട് ഉണ്ടെങ്കിൽ കൂടുതൽ കരുത്ത് പകരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. വെങ്കിടേഷ് അയ്യർ ഓപ്പണറായിട്ട് ഇറങ്ങി. അദ്ദേഹത്തെ ഏൽപ്പിച്ച പണി നന്നായി ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. 7 പന്തിൽ നിന്ന് 3 4 ഒരു 6 അടക്കം 19 റൺസ് അടിച്ചിട്ടാണ് കാഗിസോ റബാദയുടെ പന്തിൽ ശുഭൻ ഗില്ല് പിടിച്ച് അദ്ദേഹം മടങ്ങിപ്പോകുന്നത്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യത്തെ 2 പന്തുകൾ ബൗണ്ടറിയിലേക്ക് അടിച്ചുകൊണ്ടാണ് വെങ്കിടേഷ് അയ്യർ തുടങ്ങുന്നത്. കോഹ്ലി കുറച്ചുകൂടി പതിയെയായിരുന്നു ആ സമയത്ത് തുടങ്ങിയത്.
എന്നാൽ വെങ്കടേഷ് അയ്യർ സിക്സർ അടിക്കുന്നു കാഗിസോ റബാദക്കെതിരെ. അപ്പോൾ അങ്ങനെ ആ ഒരു ഘട്ടത്തിൽ സ്കോറിംഗ് മുന്നോട്ട് കൊണ്ടുപോയത് വെങ്കടേഷ് അയ്യർ തന്നെയായിരുന്നു. ദെൻ പിന്നീട് വെങ്കടേഷിൻ്റെ വിക്കറ്റ് എടുത്തുകൊണ്ട് കാഗിസോ റബാദ മടങ്ങിയെത്തി. അപ്പം അതോടുകൂടി ആദ്യ വിക്കറ്റ് പൊളിയുന്നു. എന്നാൽ അതിനുശേഷം സംഭവിക്കുന്നതോ, വിരാട് കോഹ്ലി സംഗതി അങ്ങ് ടോപ്പ് ഗിയറിലേക്ക് മാറ്റുന്നതാണ്. വിരാട് കോഹ്ലിയും ദേവദത്ത് പടിക്കലും ചേർന്നുകൊണ്ട് അവരുടെ സ്കോറിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതിനുശേഷം വിരാട് കോഹ്ലി പിന്നീട് സിറാജിന് നേരെ കടന്നാക്രമിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിനെ മിഡ് ഓഫിന് മുകളിലൂടെ ഡ്രൈവ് ചെയ്യുന്നു. മറുഭാഗത്ത് പടിക്കലും അതിനൊത്ത രൂപത്തിൽ മുന്നോട്ട് പോകുന്നു. ഒരു ക്ലാസിക് ടച്ചിലുള്ള കൂട്ടുകെട്ട് അവിടെ പിറക്കുകയാണ്. ഒരു ഹിപ്പിന് വന്ന ബോൾ ഫ്ലിക്ക് ചെയ്യുന്നു, ലേറ്റ് കട്ട്, സ്ക്വയർ കട്ട്, അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രൂപത്തിൽ പടിക്കലും മുന്നോട്ട് പോയപ്പോൾ റബാദയുടെ സെക്കൻഡ് ഓവറിൽ 18 റൺസ് പിറക്കുന്നു. അപ്പം വളരെ വേഗത്തിൽ 4 ഓവർ ആകുമ്പോഴേക്കും അർദ്ധ സെഞ്ചുറിയിലേക്ക് ടീമിൻ്റെ സ്കോർ എത്താനും അത് സഹായിച്ചു. ശരിക്കും പറഞ്ഞാൽ തുടക്കത്തിൽ ആ വിക്കറ്റ് എടുത്ത് വെങ്കടേഷ് അയ്യരെ പറഞ്ഞയച്ച് വെങ്കടേഷ് അയ്യർ പോകുമ്പോൾ 21 റൺസാണ് രണ്ടാമത്തെ ഓവറിൽ. അങ്ങനെ ഒന്ന് പിടിമുറുക്കാമെന്ന് കരുതിയ ജി ടിക്ക് പണി പാളുന്നതാണ് നമ്മളവിടെ കണ്ടത്. ജി ടി ശരിക്കും പവർ പ്ലേയിൽ തന്നെ കളി കൈവിടുന്നോ എന്നൊരു തോന്നലുണ്ടാക്കി. പക്ഷേ അതിനുശേഷം ജി ടിയുടെ ഒരു കംബാക്ക് നടക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ജേസൺ ഹോൾഡറും റാഷിദ് ഖാനും കൂടി മികച്ച രൂപത്തിൽ പന്തെറിഞ്ഞുകൊണ്ട് ജി ടിയെ തിരികെ കോൺടസ്റ്റിലേക്ക് കൊണ്ടുവരുന്നു. ഹോൾഡർ ഹാർഡ് ലെങ്ത്തിൽ തന്നെ പന്തെറിഞ്ഞുകൊണ്ടിരിക്കുന്നു. റാഷിദ് ഖാന് ഒരു ബൗണ്ടറി കൊടുക്കാതെ ആദ്യത്തെ തൻ്റെ 2 ഓവറുകൾ പന്തെറിയുന്നു. ഇൻ ബിറ്റ്വീൻ കോഹ്ലിയെയും പടിക്കലിനെയും ഒരേ ഓവറിൽ മടക്കി വിട്ടുകൊണ്ട് ജെയ്സൺ ഹോൾഡർ ഒരു പണി RCBക്ക് ഒരുക്കി വെക്കുകയും ചെയ്യുന്നുണ്ട്. സോ അവർ രണ്ടുപേരും തുടരെ മടങ്ങിപ്പോകുന്നു. വിരാട് കോഹ്ലി പോകുന്നത് 9ാമത്തെ ഓവറിൽ 2ാമത്തെ പന്തിലാണ്. അപ്പോൾ സ്കോർ ബോർഡിൽ 93 റൺസാണ്. തൊട്ട് പിന്നാലെ 9ാമത്തെ ഓവറിൽ 4ാമത്തെ പന്തിൽ പടിക്കലിനെയും മടക്കി വിടുന്നുണ്ട്. അപ്പോൾ ഒരു പ്രതീക്ഷ സ്വാഭാവികമായിട്ടും ജി ടിക്ക് അവിടെ ഉയർന്നു വന്നതാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ജി ടി ഈവണായിട്ട് കളി പിടിക്കാൻ ശ്രമിച്ചൊരു ഘട്ടം ഈ കളിയിൽ അത് മാത്രമായിരുന്നു. അവിടെ നിന്നാണ് പട്ടിദാറിൻ്റെ ഒരു ബ്ലൈൻഡർ പിറക്കുന്നത്. പട്ടിദാറിൻ്റെ ബ്ലൈൻഡർ എന്ന് പറഞ്ഞാൽ കൃണാൽ പാണ്ഡ്യയെ പ്രൊമോട്ട് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു. കൃണാൽ പാണ്ഡ്യയെ പ്രൊമോട്ട് ചെയ്ത് വിടാനുള്ളൊരു കാരണം ടിം ഡേവിഡിനും ജിതേഷ് ശർമ്മക്കും ഒക്കെ കറക്റ്റായിട്ടുള്ളൊരു സമയത്ത് എൻട്രി പോയിൻ്റ് ഉണ്ടാക്കുക, അവർ വന്നടിക്കുക, അതിന് വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ കൃണാൽ പാണ്ഡ്യയെ കയറ്റി വിട്ടത്. പക്ഷേ കൃണാൽ അദ്ദേഹത്തിൻ്റെ ജോബ് വളരെ മികച്ച രൂപത്തിൽ ചെയ്തു. 23 പന്തിൽ നിന്ന് 43 റൺസ് അടിച്ചു. പട്ടീദാർ നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ 22 പന്തുകളിൽ 18 റൺസ് മാത്രം വന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. അവിടെ നിന്ന് കാര്യങ്ങൾ മാറ്റിമറിക്കുന്ന പട്ടീദാറാണ്. ഒരു ഹോൾഡറിൻ്റെ ഒരു ബോൾ അദ്ദേഹം സിക്സറിലേക്ക് അടിക്കുന്നു. ദെൻ അദ്ദേഹം കുൽവന്ത് കജ്രോളിയേക്ക് മേൽ അഴിഞ്ഞാടുന്ന ഒരു കാഴ്ചയും കണ്ടു. അതിനുശേഷം നോക്കുക, ഒരു ഘട്ടത്തിൽ 14ാമത്തെ ഓവർ എത്തുമ്പോൾ സ്കോർ ബോർഡ് 140-3 എന്ന രൂപത്തിലാണ്. പട്ടിദാർ 20 പന്തിൽ നിന്ന് 26 എന്ന രൂപത്തിൽ നിൽക്കുന്നു. പിന്നെ നടക്കുന്നത് അടുത്ത 6 ഓവറുകളിൽ 114 റൺസ് അങ്ങ് വിറക്കുകയാണ്. 6 ഓവറിൽ 114 റൺസ്. അപ്പോൾ അതിൽ 9 സിക്സറുകൾ അടിച്ച് കൂട്ടുന്നുണ്ട് രജത് പട്ടീദാർ. അദ്ദേഹത്തിൻ്റെ വക 9 സിക്സറുകളും 5 ഫോറുകളുമാണ് പിറക്കുന്നത്. അതിൽ 2 സിക്സറുകൾ സ്വാഭാവികമായിട്ടും വീണ്ടും ആരാധകർ റീലൊക്കെ ആക്കി ആഘോഷിക്കാൻ സാധ്യതയുള്ളതാണ്. എന്ന് പറയുമ്പോൾ അതിൽ ഒന്ന് റാഷിദ് ഖാനെതിരെ ക്രീസിൽ നിന്നുകൊണ്ട് എക്സ്ട്രാ കവറിന് മുകളിലൂടെ അടിക്കുന്നത്, മറ്റൊന്ന് റബാദക്കെതിരെ അദ്ദേഹം അടിക്കുന്ന ഒരു സിക്സ് ഉണ്ട്, ബാക്ക് ഫുട്ട് ഡ്രൈവ് ഓവർ ദി കവർ ഓഫ്, അദ്ദേഹം മനോഹരമായിട്ട് അടിച്ച് പറത്തിയ സിക്സർ. അപ്പോൾ ഇത് കണ്ടിട്ട് ഈവൻ വിരാട് കോഹ്ലി പോലും അത്ഭുതപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടു. സോ പട്ടീദാറിൻ്റെ ഒരു സമഗ്ര ആധിപത്യം വന്നപ്പോൾ ജി ടി ബൗളർമാർക്ക് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്നാണ് പറയേണ്ടത്. അങ്ങനെ 20 ഓവർ പൂർത്തിയാകുമ്പോൾ 33 പന്തിൽ നിന്ന് 5 ഫോറും 9 സിക്സറും അടക്കം 93 റൺസിലേക്ക് എത്തിക്കഴിഞ്ഞു രജത് പട്ടീദാർ. അദ്ദേഹത്തിന് ഒരു ഘട്ടത്തിൽ സെഞ്ചുറി പോലും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അവസാനം അതിന് സഫീഷ്യൻ്റ് ആയിട്ടൊരു സ്ട്രൈക്ക് കിട്ടിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ടിം ഡേവിഡ് 5 പന്തിൽ 4 റൺസുമായിട്ട് മടങ്ങിയിരുന്നു. ജിതേഷ് ശർമ്മ 5 പന്തിൽ നിന്ന് ഒരു ഫോറും ഒരു സിക്സും അടക്കം 15 റൺസ് അടിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ സ്കോർ ബോർഡ് 254. ഒരു വല്ലാത്തൊരു മറുപടി കൊടുത്തെങ്കിലും മാത്രമേ ജി ടിക്ക് തിരികെ വരാൻ പറ്റുമായിരുന്നുള്ളൂ. എന്നാൽ നല്ല രൂപത്തിൽ തുടങ്ങാനുള്ള ശ്രമം സായി സുദർശനും ശുഭ്മൻ ഗില്ലും കൂടി നടത്തിയെങ്കിലും അതിനനുവദിക്കാത്ത രൂപത്തിലാണ് RCBയുടെ ബോളർമാർ പന്തെറിഞ്ഞ ഡഫിയും ഭുവനേശ്വർ കുമാറും.
അങ്ങനെ ഇരിക്കെയാണ് വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള രൂപത്തിൽ മൂന്നാമത്തെ ഓവറിൽ സായ് സുദർശൻ മടങ്ങുന്നത്. അദ്ദേഹം മനോഹരമായിട്ട് ആ പന്ത് ബൗണ്ടറിയിലേക്ക് അടിച്ചിരുന്നു. പക്ഷേ ബാറ്റ് കയ്യിൽ നിന്ന് പോയി സ്റ്റമ്പിന് കൊണ്ടു. ബോൾ ബൗണ്ടറി കടക്കും മുമ്പ് സ്റ്റമ്പ് ഇളകി. അങ്ങനെ അദ്ദേഹം ഔട്ടായി പോകുന്ന കാഴ്ച. 9 പന്തിൽ നിന്ന് 3 ഫോറുടെ സഹായത്തോടെ 14 റൺസാണ് അദ്ദേഹം അടിച്ചിരുന്നത്. പിന്നെ ഭുവി ശുഭൻ ഗില്ലിനെ മടക്കി വിടുന്നു. 2 റൺസാണ് ഗിൽ അടിച്ചിരുന്നത്. ബട്ട്ലർ മാത്രമാണ് ആ ഒരു ഇൻറ്റൻഷൻ കാണിച്ചത്. അദ്ദേഹം 11 പന്തിൽ 4 ഫോറും 2 സിക്സും അടക്കം 29 റൺസ് അടിച്ചു. പക്ഷേ അദ്ദേഹത്തെ ജോഷ് ഹേസൽവുഡ് വളരെ ക്ലവറായിട്ട് എറിഞ്ഞുകൊണ്ട് വീഴ്ത്തുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. സോ അതോടുകൂടി കഴിഞ്ഞിരുന്നു എന്ന് പറയുമ്പോൾ നിഷാന്ത് സിന്ധുവിനെ റാഷിഖ് സലാം മടക്കി വിടുന്നു. വാഷിങ്ടൺ സുന്ദറിനെ ജേക്കബ് ഡഫി മടക്കി വിടുന്നു. ജേസൺ ഓൾഡറിനെ റാഷിഖ് സലാം മടക്കി വിടുന്നു. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ അവരുടെ സ്കോർ ബോർഡിൽ ആ ഒരു ഘട്ടത്തിലുള്ളത് 88 റൺസിന് 8 എന്ന രൂപത്തിലേക്ക് പോലും അവർ വീഴുന്ന കാഴ്ച കണ്ടു. റബാദ വീണപ്പോൾ 88-ന് 8ആണ്. പിന്നെ അവരവിടെ നിന്ന് 162 എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം രാഹുൽ തെവാട്ടിയ തന്നെയാണ്. തെവാട്ടിയ മനോഹരമായിട്ട് കളിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമായിരുന്നില്ല. തെവാട്ടിയ 43 പന്തിൽ നിന്ന് 8 ഫോറും 4 സിക്സും അടക്കം 68 റൺസ് അടിച്ചു. പിന്നെ സിറാജ് 5 റൺസുമായിട്ട് മടങ്ങുകയും ചെയ്തു. അങ്ങനെ അവരുടെ ഇന്നിങ്സ് 162 റൺസിന് അവസാനിച്ചു. ഗംഭീരമായിട്ടുള്ള വിജയം RCB നേടുമ്പോൾ അവരുടെ ബൗളർമാരിൽ ജേക്കബ് ഡഫി 4 ഓവറിൽ 39 റൺസിലാണ് 3 വിക്കറ്റ് എടുത്തത്. ഭുവിയുടെ ബൗളിംഗ് എടുത്ത് പറയണം. 4 ഓവറിൽ 28 റൺസാണ് കൊടുത്തുള്ളൂ, 2 വിക്കറ്റ് എടുത്തു. ഹേസൽവുഡ് 4 ഓവറിൽ 39 റൺസിന് 1 വിക്കറ്റ് എടുത്തപ്പോൾ റാഷിഖ് സലാം 3 ഓവറിൽ 24 റൺസിന് 2 വിക്കറ്റും കൃണാൽ പാണ്ഡ്യ 3.3 ഓവറിൽ 16 റൺസിന് 2 വിക്കറ്റും വീഴ്ത്തുകയുണ്ടായി. എന്തായാലും അവരെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ച രൂപത്തിൽ അവർ ബാറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ബൗളിങ്ങിൽ അവർക്ക് 254 ഡിഫെൻഡ് ചെയ്യേണ്ടത്. അതിനുള്ള ഒരു സാവകാശം കിട്ടി എന്ന് പറഞ്ഞാൽ എതിർ ടീമിന് പ്രഷറായി വിക്കറ്റുകൾ തുടരെ വീഴുന്ന അവസ്ഥയുണ്ടാക്കി. അതവർ മുതലെടുത്തു. അതാണ് സംഭവിച്ചത്. ഏതായാലും RCBയെ സംബന്ധിച്ചിടത്തോളം ഗംഭീര വിജയമാണ്. ഇനി ഫൈനലാണ്. ഫൈനലിൽ ആരായിരിക്കും എതിരാളികൾ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സിൽ എത്താം.